അപ്പോൾ ഇത് ബുദ്ധ മോണസ്ട്രിയാണ് മണാലിയിൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മണാലിയിലാണ്. മണാലിയിലെ ബുദ്ധ മോണസ്ട്രിയാണിത്. അപ്പോൾ അവിടത്തേക്ക് ഒരു കാണാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് പോകാൻ നോക്കാം. ഇത് മാൾ റോഡ് അടുത്തുള്ള മോണസ്ട്രി തന്നെയാണ്. മാർക്കറ്റിൻ്റെ വളരെ അടുത്താണ് ഇതുള്ളത്. അതുകൊണ്ട് ഇത് കാണാൻ വളരെ എളുപ്പമാണ്. ഉണ്ടാകുന്ന കാഴ്ചകളൊക്കെ കിട്ടില്ല തന്നെ. ബുദ്ധിസ്റ്റ് മോണസ്ട്രിയാണ്. ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. മോണസ്ട്രിയിൽ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്നൊക്കെ പറയും. പ്ലേ ഗ്രൗണ്ടും പിന്നെ അത്ര കുറച്ച് കാഴ്ചകളേ ഉള്ളൂ. ഇത് സിറ്റീൻ്റെ ഉള്ളിലുള്ള ബുദ്ധിസ്റ്റ് മോണസ്ട്രിയാണ്. കിട്ടില്ല തന്നെ. ഇവരുടെ ഡിസൈനൊക്കെ ഭയങ്കര ഇതാണ്. മണാലിയിലെ മാർക്കറ്റ് മെയിൻ പോയിന്റ് മാൾ റോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. മാൾ റോഡിൽ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. കിടിലൻ തന്നെ. നല്ല തിരക്കായ ഇവിടെ ഒന്നും അധികം താമസിക്കരുത്. കാരണം നമ്മൾ പീസും നമ്മൾ അടിച്ചുപൊളിയാണെങ്കിൽ അത് കുറച്ച് ദൂരെ മലേൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടുന്ന് നമുക്ക് കാണാം. പ്രധാനപ്പെട്ട ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൽ നമ്മൾ ഈ റോട്ടാങ് പാസ്, സൊറാങ് വാലി ഒക്കെ പോകുന്നത് ആ വഴിക്ക്. ആ സൈഡാണ് റോട്ടാങ് പാസിൻ്റെത്. ആദ്യം സൊറാങ് വാലി എത്തും, പിന്നെ റോട്ടാങ് പാസ്. പിന്നെ ഈ സൈഡ് ഇങ്ങോട്ടാണ് ഞാൻ ഇന്ന് പോയ സേത്തൻ എന്ന ഒരു ഗ്രാമം. 2000-3000 അടി മുകളിലാണ് ആ ഗ്രാമം ഉള്ളത്. അത് അങ്ങോട്ടേക്കാണ്. പിന്നെ മേലെ ഹിഡുംബ ക്ഷേത്രമുണ്ട്. അത് പിന്നെ മാൾ റോഡ് ഇങ്ങോട്ട്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ബ്രിഡ്ജാണ് ഇത്. ബീസ് നദിയുടെ കാഴ്ചയാണ്. ബീസ് നദി വളരെ പ്രധാനപ്പെട്ട നദികൾ ഒന്നാണ്. ബീസ് നദിയുടെ സംഗമമൊക്കെ നമുക്ക് ലേയിൽ കാണാം. അപ്പോൾ അത് മണാലിയിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ ചൈന, പാകിസ്ഥാൻ അതിലോ അതിൻ്റെ പിന്നിൽ ഇതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പുഴയാണ്. ലോക്ക കഫേ, നാടൻ ഭക്ഷണശാല. മണാലിയിലൊരു ഹോട്ടൽ, മലയാളി ഹോട്ടൽ. ഫാസ്റ്റ് ഫ്യൂച്ചർ. അപ്പോൾ ഇത് പൂട്ടി കേട്ടോ. ഈ സ്ഥാപനമില്ല. മലയാളികൾ ചതിച്ചാശാനെ. എന്താന്ന് സംഭവം എന്നറിയില്ല. ഞാൻ മാപ്പ് നോക്കി വന്നല്ലേ. ശരിക്കും മാൾ റോഡ്, മാൾ എന്ന് പറയുന്നത് മണാലിയിലെ. വേറൊന്നുമില്ല. എൻ്റെ അടുത്തുള്ള മാർക്കറ്റിനെ മാൾ റോഡ് മാർക്കറ്റ് എന്നും പറയും.